വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ പടിഞ്ഞാറ് വശമാണ് കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി പോവുകയാണെങ്കിൽ ഈ സൺസെറ്റ് നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ഓറഞ്ചിഷ് റെഡ് കളറിൽ സൂര്യൻ താഴോട്ട് പോകണം, നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം ഇവിടെ കയറി വന്നേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ബയോ വേസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. അതിൽ കൂടുതലായിട്ട് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റൊന്നും അല്ല കേട്ടോ, ഈ നമുക്ക് പറമ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ മരങ്ങളില്ലേ, ഓരോ സമയങ്ങളിൽ റബ്ബറിൻ്റെയും തേക്കിൻ്റെയും ആഞ്ഞിലിയുടെയൊക്കെ ഇലകളിങ്ങനെ താഴോട്ട് ഉണങ്ങി വീഴും. അപ്പം പറമ്പൊക്കെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ നമ്മളത് വാരി തൂത്തൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്സ് മാറ്റി, ഇവിടെ അധികം പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ വലിച്ചെറിയാറില്ല കേട്ടോ. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതെല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഈ പ്ലാസ്റ്റിക്സ് ഒരുപാട് ഗ്ലോബൽ വാർമിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്സ് നമ്മളധികം ഇവിടെ അങ്ങനെ വലിച്ചെറിയാറില്ല. ഒരുവിധം അത്യാവശ്യം പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് കൂടി നമ്മൾ കുറച്ചുകൂടെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നേച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് പൊല്യൂഷനൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് വൈസൊക്കെ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ കുറച്ചും കൂടെ സൗണ്ടാണ് നമ്മുടെ ഹെൽത്ത് വൈസ്. എല്ലാവരും തന്നെ അങ്ങനെ ഒരു റെസ്പിറേറ്ററി പ്രോബ്ലംസൊക്കെ ഇവിടെ കുറവാണ്. ഇത് ഞാൻ ആ വാരിക്കൂട്ടിയിരിക്കുന്ന വേസ്റ്റാണ്. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ച വേസ്റ്റെല്ലാം ഞാനിപ്പോൾ അത് താഴെ എടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ ബിഗോണിയാസ് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആ മീഡിയത്തിൽ തന്നെയാണ് ഞാൻ വെച്ചിരുന്നത്. അതിന് കുറച്ചുകൂടെ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം, ഇത് ഇപ്പം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് വെച്ചിട്ട് തന്നെ കേരളത്തിലെ ഒരു പ്രകൃതിയുടെ ഒരു പോക്കനുസരിച്ച്, അതായത് ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഈ കളകളൊക്കെ ഉണ്ടായി നിൽക്കും. പിന്നെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഈ ചവറ് കിട്ടാൻ ഒരു പാടുമില്ല. ഇതൊക്കെ നമ്മൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കത്തിച്ച് കളയാണ്ട് ഇതിനെ എവിടെയെങ്കിലും കൂട്ടി ഇട്ടിട്ട് ഒന്ന് പച്ച നെറ്റ് വെച്ച് മൂടിയിടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ചകിരിച്ചോറ് പോലെയൊന്നും അല്ല കേട്ടോ. ചകിരിച്ചോറിൽ വെള്ളം ഇങ്ങനെ പിടിച്ചിരിക്കുമെങ്കിൽ ചകിരിച്ചോറ് ഒന്ന് ഞെക്കി പിഴിഞ്ഞാൽ വെള്ളം വരുമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നല്ല പുട്ടുപൊടി പോലെ ഇതിനെ വെള്ളം വലിച്ച് നിർത്തത്തില്ല. ഈ ചകിരിച്ചോറിനകത്ത് നമുക്ക് ഫംഗസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പൗഡറിൽ അതിൽ ഫംഗസ് ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ പലതരം ഇലകളായതുകൊണ്ട് മാന്യൂറും ഇതിൽ ആഡഡായിട്ട് നമ്മൾ ചേർക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ അതിന് തെളിവായിട്ട് ഇപ്പം ഞാൻ ഇലകൾ തൊട്ട് പിടിപ്പിച്ച കുറച്ച് ബിഗോണിയാസ് ഞാൻ കാണിക്കാം. അതിപ്പോൾ ഞാൻ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറമ്പിലോട്ട് കയറി ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പം ഇത് നോക്കിക്കേ, ഈ ഒരു ഇലയുടെയൊക്കെ ഒരു ഹെൽത്ത് കണ്ടോ. ഹെൽത്ത് വൈസ് ഇത് ഭയങ്കര നല്ല ഒരു നമുക്ക് തന്നെ അതിൻ്റെ ഹെൽത്ത് കാണുമ്പം തന്നെ അറിയാം. ആ ഇലകളുടെ ആ വെയിൻസൊക്കെ നല്ല എടുത്ത് ഡിഫൈൻഡായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഈ പ്ലാന്റിൻ്റെ പേരെന്താ, അയ്യോ ഞാൻ മറന്നുപോയി. ഇത് ആഫ്രിക്കൻ വയലറ്റാണ്. ഇത് പെപ്രോമിയാണല്ലോ, ഞാൻ മറന്നുപോയതാ കേട്ടോ. ഇത് നമ്മുടെ ബിഗോണിയാസ് തന്നെ, റെക്സ് ബിഗോണിയാസിൻ്റെ വെറൈറ്റീസാണ്. ഇതിൻ്റെയൊക്കെ വെയിൻസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആ ചെടിയുടെ ഒരു വെൽവെറ്റി ടെക്സ്ചറുള്ള ഇത് നല്ല ഷൈനിങ്ങാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരു ബിഗോണിയാണ് ഇത് തന്നെ. നോക്കിക്കേ എന്തൊരു തഴപ്പാന്ന് നോക്കിക്കേ അതിൻ്റെ ഇലകൾക്ക്, കണ്ടോ, അതിൻ്റെ പൂവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പം ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഇതിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമൊക്കെ ഉണ്ട്. അതിൽ ഈ കുടുംബശ്രീയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഈ ബയോ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതിപ്പോൾ 4 മാസമായെന്ന് പറഞ്ഞല്ലോ. ഇത് 4 മാസമൊന്നും ആകാതെ തന്നെ ഒരു 2 വീക്സ് കൊണ്ട് തന്നെയൊക്കെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കിട്ടുന്ന
ഒരുപാട് ബയോ പ്രോഡക്ട്സ് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പം ഇതൊക്കെ തന്നെ പോരെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെപ്പോലെ നാട്ടിൻപുറത്തുള്ള പോലെ ഇതൊന്നും അവൈലബിൾ അല്ലാത്ത സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്താൽ പോലും നമുക്ക് ആവശ്യത്തിലേറെ തന്നെ ഈ ഒരു മാന്യൂർ ഉണ്ടാക്കാൻ പറ്റും. മാന്യൂറല്ല, ഈ ഒരു മീഡിയം. ഇതിനകത്ത് ഓൾറെഡി മാന്യൂർ ആഡഡ് ആണ്, ഫെർട്ടിലൈസേഴ്സ് ഉള്ള പോലെയാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഡീമെറിറ്റ് എന്നും മെറിറ്റ് എന്നും വേണമെങ്കിൽ പറയാം. ഈ ചെല്ലി ഇതിൽ വന്നാണ് മുട്ടയിടുന്നത്. അപ്പം നമുക്ക് വൻതോതിൽ ഇതിനെ നശിപ്പിച്ച് കളയാനും പറ്റും. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് എടുക്കുമ്പോഴും ഇടയ്ക്കൊന്ന് ചകഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഒരു ലാർവയെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ അത് നമുക്ക് നശിപ്പിച്ച് കളയാനും പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓരോ ചെടികളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണെന്നും എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്